അച്ചായോ, ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മുഴുവൻ കേട്ട് കഴിയുമ്പോ അച്ചായനും അത് തോന്നും. എന്താ അച്ചായ, അച്ചായൻ കൊടുത്തത് കള്ളക്കേസാണെന്ന് എനിക്കറിയാം. അത് അച്ചായനും അറിയാം. കേസെടുത്തിരിക്കുന്ന ആ ഇൻസ്പെക്ടർക്കും അതറിയാം. ആ നിലയ്ക്ക് അതെ, ഞാൻ കള്ളക്കേസ് തന്നെ കൊടുത്തത്. ദേവന്റെ അനിയും വിഷ്ണുവുമായി എനിക്ക് നല്ല ബന്ധമാണെന്ന് അറിയാലോ. ഞങ്ങൾ തമ്മിൽ പല ബിസിനസ്സും ഉണ്ട്. ആ നിലയ്ക്ക് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാ. മറിച്ച് ആ പെണ്ണുമായി ദേവൻ ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ ഒരു വില പരീക്ഷണം? ദേവൻ എന്റെ കൂടെ നിൽക്ക്. ഞാൻ സത്യത്തിന്റെയും നീതിയുടെയും കൂടെ അച്ചായ. ദേവാ, എന്നെ എതിർക്കുന്നതും ശത്രുവാക്കുന്നതും ബുദ്ധിയാണോ എന്ന് ഒന്നും കൂടി ആലോചിക്കേ. ഒരുപാട് ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ചായൻ ഈ കേസിൽ നിന്ന് പിന്മാറണം. സാധ്യമല്ല. എന്റെ ദേഹത്ത് കൈവച്ച അവളോട് ഞാൻ ക്ഷമിക്കാനോ? നടക്കില്ല ദേവാ, നടക്കില്ല. അച്ചായൻ തെമ്മാടിത്തരം പറഞ്ഞിട്ടല്ലേ ആ കുട്ടി അടിച്ചത്, അല്ലേ? ആ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അപ്പോ തെറ്റാ ചെയ്തെന്ന് അച്ചായൻ അറിയാം. ആ കൊച്ചുകുട്ടിയെ തട്ടിയതും അച്ചായൻ തന്നെയല്ലേ? കാർ ഓടിക്കുമ്പോ ചിലപ്പോ തട്ടുമുട്ടൊക്കെ ചെയ്യും. വാവച്ചന് ഇതൊന്നും പുത്തരിയല്ല. ഒരുപാട് കണ്ടും കേട്ടും കൊടുത്തൊക്കെയാ വാവച്ചന് ഈ നിലയിലെത്തിയത്. ആ എന്നെയാ ഒരു നരന്ത ടീച്ചർ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത്. വിടില്ല ഞാൻ അവളെ. അപ്പോ അച്ചായൻ കൊടുത്തിരിക്കുന്നത് മൊത്തം കള്ളക്കേസാണല്ലേ? അതേന്ന് ഞാൻ പറഞ്ഞല്ലോ. നിനക്കെന്ത് ചെയ്യാൻ പറ്റും? അച്ചായോ, ഇതുപോലൊരു കള്ളക്കേസ് ആ ടീച്ചർ അച്ചായനെതിരെ കൊടുത്താലോ? എനിക്കെതിരെയോ? കേസ് ഇത്രയേ ഉള്ളൂ. ദേവാ, കളിക്കരുത്. പറഞ്ഞു തീർന്നില്ല അച്ചായ. ഈ പീഡന കേസ് പുറത്തു വരുന്നോടെ നാട്ടിലുള്ള സകല പത്രക്കാരും ചാനലുകാരും പാഞ്ഞിങ് വരും. ഇതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അച്ചായൻ നേരെ അകത്തേക്ക് എന്ന് ആ പരാതി അങ്ങ് പിൻവലിച്ചേക്കും. ആലോചിക്കാൻ ഒന്നുമില്ല അച്ചായ. അച്ചായൻ കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് എപ്പോ വേണമെങ്കിലും തെളിയിക്കാം. കാണാതെ പോയെന്ന് പറയുന്ന ആ കാറ് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. മണ്ണഞ്ചേരിയിലുള്ള അച്ചായന്റെ കയർ ഫാക്ടറി കൊണ്ടിട്ട ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? ദേവാ, എന്നെ പിണിക്കാൻ നീ ഖേദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് വേഗം സ്ഥലം വിട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല അച്ഛാ.